ഗൈസ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെറ്റായിട്ടിരിക്കണം. ഓക്കെ, സംഭവം വെറുതെ കിടില്ലായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല. നുറുക്കോതമ്പിൻ്റെ ഫ്രൂട്ട് സലാഡാണെന്ന് കണ്ടാൽ പറയില്ല. അപ്പോൾ നമുക്ക് ഈ ദീപാവലിക്ക് ഫ്രൂട്ട് സലാഡ് പെടക്കണമല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ നുറുക്കോതമ്പൊന്ന് അടിച്ചെടുക്കാം. 100 ഗ്രാം നുറുക്കോതമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് നനച്ചെടുത്ത നുറുക്കോതമ്പാണ്. അതിന് നന്നായിട്ട് കഴുകിയായിരുന്നു നുറുക്കോതമ്പ്. കഴുകിയതിന് ശേഷം ഒരു ഏകദേശം അരമണിക്കൂർ നല്ല ചൂടുവെള്ളത്തിലിട്ട് നനച്ചെടുത്തേക്കണേ, നനച്ച് കുതിർത്ത് എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തേക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെഫ്സ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നുറുക്കോതമ്പ് വെച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സംഗതി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇന്ന് അടിച്ചെടുക്കാം. വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി ലൂസായി പോകരുത്, നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് വേണം. അപ്പോൾ ഗൈസ്, നമ്മുടെ നുറുക്കോതമ്പ് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിട്ടൊക്കെ വരുന്ന ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ നുറുക്കോതമ്പ് അടിച്ചെടുത്തില്ല, അത് നമ്മൾ അരിച്ചെടുത്തായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ ഒരു ഏകദേശം 3/4 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ അതായത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ടൊരു ഏകദേശം നന്നായിട്ടൊക്കെ ചൂടായിട്ട് വരുമ്പോൾ ഒരു ഏകദേശം 150 ഗ്രാം പഞ്ചസാര നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മളൊരു ഏകദേശം 1 കപ്പോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. മിൽക്ക് മെയ്ഡ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതിലൊരു വീഡിയോയുടെ മുകളിലും കൊടുത്തേക്കാം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ നമ്മൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്, കാര്യം കട്ട പിടിക്കാതിരിക്കാൻ. നമുക്കിതൊന്ന് ശരിക്കും ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ടൊരു നല്ല കൺസിസ്റ്റൻസിയിൽ വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ആ മിക്സൊക്കെ തണുപ്പിക്കാൻ വെച്ചേക്കാനാണ്. അപ്പോൾ അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ആപ്പിൾ, നിങ്ങളുടെ കൈവശമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക. ഇന്ന ഫ്രൂട്ട്സ് ഒന്നുമില്ല, കൈവശം എന്താണുള്ളത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് കുറച്ച് പപ്പാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാലിപ്പൂവിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കൈവശം എന്തൊക്കെ ഉണ്ടോ ഫ്രൂട്ട്സ് അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്രൂട്ടിയും ചെറിയും ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി കുറച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യണത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഷുഗർ ആയാലും മിക്സ് ചെയ്താൽ മതി. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ സെറ്റാക്കി വെച്ച മിക്സ് റെഡി ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊരു ഏകദേശം 1/2 ടീസ്പൂൺ അളവിലൊരു കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കും. ഇതിനി ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ആവശ്യം ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മിക്സ് നമ്മുടെ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് ഫ്രൂട്ട്സ് അങ്ങോട്ട് ശരിക്കും എല്ലാത്തിലും കൂടെ മിക്സ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ്, ഗോതമ്പ് നുറുക്കിൻ്റെ ഫ്രൂട്ട് സലാഡ് സെറ്റായിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം. തണുത്ത് വരുമ്പോൾ സാധനം റെഡി ആയിക്കോളും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രൂട്ട് സലാഡ്, നുറുക്കോതമ്പിൻ്റെ ഫ്രൂട്ട് സലാഡ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കഴിയാമോണേ. ായിട്ടുണ്ട്. വെറുതെ സൂപ്പർ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അടിപൊളി. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ടതാണ്. നമ്മൾ നുറുക്കോതമ്പിൻ്റെ ഫ്രൂട്ട് സാലഡിന് ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള കിടിലൻ റെസിപ്പീസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.